ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. ഒരുപാട് സീരീസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് നറൂട്ടോ സീരീസ്. ഓരോ എപ്പിസോഡ് കഴിയുന്നതിനെ ഇനിയിപ്പോ എന്താ നടക്കാൻ പോകുന്നെന്ന് അറിയാതെ നമ്മളിങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുകയാണല്ലേ. അപ്പൊ അത്തരത്തില് ഒരു കിടിലൻ സർപ്രൈസ് ഉള്ള ഒന്നൊന്നര എപ്പിസോഡാണ് ഇന്നത്തേത്. അപ്പൊ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാവരും ഓടിവായോ, നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടന്നെല്ലാം. കാക്കാഷിയുടെ കാറ്റ് പോയി താഴെ വീഴാൻ കാരണം അവൻ അത്ര എനർജി ഉപയോഗിച്ചുകൊണ്ട് അവൻ ടെക്നിക്സ് ഉപയോഗിച്ചതുകൊണ്ടാണ്. വേറെ വഴിയില്ലാതെ കാക്കാശിയെ തൂക്കിയെടുത്ത് നമ്മുടെ കുടിയൻ അമ്മാവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കും. ഷെയറിംഗ് ടെക്നിക്ക് ഒരുപാടധികം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ആൾക്ക് ഈ ടയേർഡ്. ടാസുനയുടെ ചുന്ദരയായിട്ടുള്ള മോള് വന്ന് ഇപ്പൊ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ ചോദിക്കുമ്പോ കുഴപ്പമില്ല, പക്ഷെ എനിക്കൊരു കുറച്ചു നേരം കൂടെ റെസ്റ്റ് എടുക്കണമെന്ന് അവൻ മറുപടി പറയും. നറൂട്ടോയും കൂട്ടുകാരും ഓടി വന്നിട്ട് അയ്യോ ഞങ്ങളുടെ സാറിന് എന്തു പറ്റിയെന്ന് നെഞ്ചത്തടിച്ച് കരയുമ്പോ എനിക്കൊന്നും പറ്റിയില്ല, ഷെയറിംഗ് ടെക്നിക്ക് കുറച്ചധികം യൂസ് ചെയ്തുകൊണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് തളർന്നു വീണതാണെന്ന് അദ്ദേഹം മറുപടി പറയും. പക്ഷെ സാക്കുറയ്ക്ക് ഇപ്പോഴും മാസ്ക് ഇട്ട് വന്ന ആ ഒരു കുഞ്ഞൻ നിഞ്ച ആരാണെന്നാണ് അറിയേണ്ടത്. അതിനെ കാണാൻ ശരിക്കും ഒരു പെണ്ണിനെ പോലെ ഉണ്ടായിരുന്നു. അവൻ യഥാർത്ഥത്തില് അൻബു ബ്ലാക്ക് കോഫി എന്ന് പറയുന്ന ഒരു ഹിഡൻ മിസ്റ്റിക് വില്ലേജില് ഉള്ളവരാണ്. അത്തരത്തില് മാസ്ക് ഇടുന്ന എല്ലാവരും ഹെയർലൈറ്റ് നിഞ്ച ട്രാക്കിംഗ് യൂണിറ്റില് ചേർന്നവരാണ്. ശരിക്കും അവരുടെ പ്രധാന തൊഴിൽ എന്താന്ന് വെച്ചാല് ഗ്രാമത്തിലുള്ള ഒരു നിഞ്ച എവിടെയെങ്കിലും വെച്ച് മരിച്ചു പോയാല് അവരുടെ നിഞ്ച ടെക്നിക്ക്, ചക്രു എല്ലാം തന്നെ നശിപ്പിച്ചു കളയണം. ഗ്രാമത്തിന്റെ രഹസ്യം പുറത്തു പോവാതിരിക്കാനായിട്ട് ആ ഒരു നിഞ്ചയെ അങ്ങനെ തന്നെ ഇല്ലാതാക്കും. അല്ലെങ്കിൽ ചിലപ്പോ ആ ഒരു നിഞ്ചയുടെ ജിപ്സോ ഒക്കെ ആരെങ്കിലും അടിച്ചു മാറ്റാൻ സാധ്യതയുണ്ട്. നേരത്തെ നമ്മുടെ ആൾക്കാര് തല്ലിക്കൊന്ന സബൂസയെ പോലും ഇത്തരത്തില് ഗ്രാമത്തിന്റെ രഹസ്യങ്ങള് പുറത്തു വരാതിരിക്കാനാണ് തല്ലിക്കൊന്ന് തൂക്കിക്കൊണ്ടു പോയെന്ന് കൂടെ കാക്കാശി പറഞ്ഞു കൊടുക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ആ ഒരു ട്രാക്കർ നിഞ്ചനെയും സമൂസയും ഇപ്പൊ കാണിക്കാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യും പോലെ ചില സാധനങ്ങളൊക്കെ വെച്ച് ട്രാക്കിംഗ് നിഞ്ച സബൂസയെ എന്തോ ചില കുൽസിത പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോ എക്സ്ക്യൂസ് മീ, മേ ഹെൽപ്പ് യു എന്ന് സബൂസ അവന്റെ അടുത്ത് ചോദിക്കും. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഈ ഒരു ട്രാക്കിംഗ് നിഞ്ചയും സബൂസയും കൂട്ടുകാരാണ്. ഇതെല്ലാം പ്ലാൻ ചെയ്ത് രണ്ട് നീഡിൽ ഉപയോഗിച്ച് അവനെ കുത്തി നൈസായിട്ട് നമ്മുടെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് തൂക്കിയെടുത്ത് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ആ ഒരു ട്രാക്കർ നിഞ്ച. ചാടി എഴുന്നേറ്റ സബൂസ അവന്റെ കഴുത്തിലുള്ള രണ്ട് നീഡിലും പുഷ്പം പോലെ വലിച്ചെറിയും. ട്രാക്കർ നിഞ്ച മാസ്ക് മാറ്റുമ്പോ അവന്റെ മുഖം അതിസുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ പോലെ തോന്നിക്കും. ആസ്ഥാനത്ത് സൂചി കൊണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ വില്ലൻ പയ്യൻസ് ലേശം ഒന്ന് ടയേർഡാണ്. പക്ഷെ നെക്സ്റ്റ് ടൈം അവർ ഞാൻ കൊല്ലാതെ വിടില്ലാന്ന് അവനൊരു ശപഥം തന്നെ എടുക്കും. ഇവിടെ മാസ്റ്റർ കാക്കാസി ഉറക്കം എഴുന്നേൽക്കുമ്പോ എന്തോ ഒരു കാര്യം താൻ മിസ് ചെയ്തല്ലോ എന്ന് വല്ലാത്തൊരു കൺഫ്യൂഷൻ അടിക്കും. എന്തു പറ്റി മാസ്റ്റർ, അണ്ടിപോയ അണ്ണാനെ പോലെ കുത്തിരിക്കുന്നതെന്ന് നറൂട്ടോ ചോദിക്കുമ്പോ ഒന്നുമില്ല, ഞാൻ ട്രാക്കർ നിഞ്ചയുടെ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാമെന്ന് മാസ്റ്റർ പറയും. ട്രാക്കർ നിഞ്ചാസ് സാധാരണഗതിയില് ഒരു നിഞ്ചയെ കൊല്ലാണെങ്കില് അവന്റെ എല്ലാ സീക്രട്സും അവിടെ വെച്ച് തന്നെ നശിപ്പിച്ചു കളയും. പക്ഷെ സബൂസയെ കൊന്നവൻ മാത്രം അതൊന്നും ചെയ്യാതെ സബൂസയുടെ ബോഡിയും തൂക്കി എവിടേക്കോ പോയി. വില്ലേജിലെ ആളുകൾക്ക് അവനെ കൊന്നോന്ന് തെളിയിക്കാനായിട്ട് വെറും അവന്റെ തല മാത്രം മതി. യഥാർത്ഥത്തിൽ അവൻ എന്താണ് സബൂസയെ കൊല്ലാൻ ഉപയോഗിച്ചതെന്ന് അവര് ചിന്തിക്കുമ്പോഴാണ് അത് കത്തിയും കൊടുവാളും അല്ല, സാധാരണ സൂചിയാണെന്ന് അവർക്ക് പിടികിട്ടുക. അപ്പൊ ശരിക്കും സബൂസ മരിച്ചിട്ടില്ല. ഈ കാര്യം കേട്ട് കൊടിയനമ്മാവനും നറൂട്ടോ കുട്ടപ്പനും നമ്മുടെ പെണ്ണും ചെക്കനും എല്ലാവരും കണ്ണും തള്ളി വായും പൊളന്നിരിക്കും. ഒരു തവണ തന്നെ അവനെ തീർക്കാനായിട്ട് ജട്ടി കീറി. ഇനി അവൻ വന്നാല് മിക്കവാറും നമ്മളെ തന്നെ തട്ടുന്നും പറഞ്ഞ് നറൂട്ടോയും കുട്ടപ്പന്മാരും ടെൻഷൻ അടിച്ചിരിക്കാൻ തുടങ്ങും. ലാസ്റ്റ് ആയിട്ട് സബൂസയെ ചെക്ക് ചെയ്തപ്പോ അവൻ മരണത്തോട് മല്ലടിക്കായിരുന്നു. ട്രാക്കർ നിഞ്ചാസിന് എവിടെയാണ് കറക്റ്റ് ആയിട്ട് നീഡിൽസ് യൂസ് ചെയ്യേണ്ടതെന്ന് വളരെ നന്നായിട്ട് അറിയാം. ഇതേ നീഡിൽസ് വെച്ചാണ് അവർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നടത്തുക, ഈ അക്യൂപഞ്ചർ എന്നൊക്കെ പറയും പോലെ. ഈ സൂചി വെച്ച് ഒരാളെ എങ്ങനെ കൊല്ലാം, മരിക്കാൻ കിടക്കുന്ന ഒരാളെ എങ്ങനെ രക്ഷിക്കാം എന്നൊക്കെ അവർ ചെറുപ്പത്തിലേ പഠിച്ചെടുക്കും. അപ്പോ ഈ സൂചി വെച്ച് തന്നെയാണ് നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് സബൂസയെ തൂക്കിയെടുത്ത് ട്രാക്കർ നിഞ്ച മുങ്ങിയത്. സബൂസയെ കൊല്ലാനല്ല, അവനെ രക്ഷിക്കാനാണ് ട്രാക്കർ നിഞ്ച ശ്രമിച്ചത്. ഇനി നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്ത് അവനെ പ്രിവെന്റ് ചെയ്യാൻ തയ്യാറെടുക്കണം. യാഹൂ, ഞാൻ 2 വട്ടം റെഡി എന്ന് പറഞ്ഞ് നറൂട്ടോ ത്രില്ലടിച്ചിരിക്കുകയാണ്. നറൂട്ടോയ്ക്ക് നേരത്തെ ഒരു ചാൻസ് മിസ്സായതില് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറിക്കിട്ടി.
ഇത്തവണ ഞാൻ തന്നെ ഗോളടിക്കുന്നു പറയുമ്പോ കാക്കാസി ആവട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കുള്ള ട്രെയിനിങ് ഞാൻ തരാൻ ആരംഭിക്കുകയാണെന്ന് അവരുടെ അടുത്ത് പറയും. കഴിഞ്ഞ തവണ ചക്കയിട്ടപ്പം മുയല് ചത്തതുപോലെ എങ്ങനെയോ അവനെ കൊല്ലാൻ സാധിച്ചു. പക്ഷെ എപ്പോഴും അങ്ങനെ നടക്കുമെന്ന് ആലോചിച്ച് പേടിച്ചരണ്ടിരിക്കാണ് നമ്മുടെ പെങ്കൊച്ച്. നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. കഴിഞ്ഞ തവണ ഫൈറ്റ് ചെയ്തപ്പോ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്കത് വിജയിക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് നറൂട്ടോ, അവൻ ആള് പൊളിയാണെന്ന് പറയുമ്പോ വാതിലും തല്ലിപ്പൊളിച്ച് ഒരു പൊടിക്കുപ്പി അവൻ പൊളിയല്ല തല്ലിപ്പൊളിയാണെന്ന് പറയും. ഈ പൊടിക്കുപ്പി ശിക്കാരി ശംഭു വേറെ ആരുമല്ല, നമ്മുടെ കുടിയനമ്മാവന്റെ പേരമകനാണ്. പൊടിക്കുപ്പി ഓരോ നിഞ്ചാസിനായിട്ട് കളിയാക്കുമ്പോ അവന്റെ അമ്മ അവിടേക്ക് വന്ന് അവന്റെ ചന്തിക്ക് 4 പെടയും കൊടുത്ത് ഒരിക്കലും നിഞ്ചാസിന് ഇപ്രകാരം കളിയാക്കാൻ പാടില്ല എന്നൊരു വാണിംഗ് കൊടുക്കും. ഇവരാണ് അപ്പൂപ്പന്റെ ബോഡി ഗാർഡ്സ് എങ്കില് അപ്പൂപ്പന്റെ പപ്പും പൂടെയും പോയത് തന്നെയെന്ന് അവൻ പറയുമ്പോ നറൂട്ടോയ്ക്ക് കലിപ്പ് മൂത്ത്, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഭാവിയിലെ ഒക്കാഗോ ആണ്. എന്നെ നോക്കി ഇനി ഇമാതിരി വർത്താനം പറഞ്ഞ അടിച്ച് നിന്റെ തല ഞാൻ തിരിച്ചു കളയുമെന്ന് ചെറുക്കനെ പറഞ്ഞു പേടിപ്പിക്കും. നീ ഹീറോ അല്ല സീറോ ആണെന്ന് പറയുമ്പോ നറൂട്ടോയ്ക്ക് ദേഷ്യം കേറി വന്ന് അവനെ ഇടിക്കാൻ പോകുമ്പോ കറക്റ്റ് സമയത്ത് നമ്മുടെ പെങ്കൊച്ച് കയറി അവനെ പിടിക്കും. അടി കേടാവുണ്ടെങ്കിൽ വീട്ടിൽ പോടാ എന്നും പറഞ്ഞ് നമ്മുടെ പൊടിക്കുപ്പി അകത്തേക്കും കയറിപ്പോവും. അവൻ ചെറുപ്പത്തിലെ ഒരു മണ്ടനാണ്. അവന്റെ അച്ഛനും അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അവൻ പറയുന്നത് കാര്യമാക്കണ്ടെന്ന് ടാസുനെ ഇപ്പോ നറൂട്ടോയോടും കൂട്ടരോടും പറയും. പക്ഷെ ദേഷ്യം സഹിക്കാതെ നറൂട്ടോ നൈസായിട്ട് അവന് പണി കൊടുക്കാന്ന് കരുതി അവന്റെ റൂമിലെത്തുമ്പോ പാവം പൊടിക്കുപ്പി അവന്റെ അച്ഛന്റെ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. നെക്സ്റ്റ് ഡേ അവരൊക്കെ തന്നെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ പ്രാക്ടീസ് ആരംഭിക്കുമ്പോ ആദ്യമായിട്ട് ചക്ര എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് കാക്കാസി ചോദിക്കും. വണ്ടിയുടെ ചക്രം, നിലച്ചക്രം, അങ്ങനെ ഒരുപാട് ചക്രമുണ്ട്. ഇതിലേതാണെന്ന് നറൂട്ടോ ചോദിക്കുമ്പോ കാക്കാസി ആവട്ടെ സാക്കുറയോട് അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടും. നിഞ്ചാസ് ഒരുപാട് ജിപ്സു യൂസ് ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള പവർ കൊടുക്കുന്നതാണ് ചക്രാസ്. അത് 2 വിധം. ഒന്ന് ഫിസിക്കൽ എനർജി, മറ്റൊന്ന് സ്പിരിച്വൽ എനർജി. ഈ 2 പവറും ഒന്ന് ചേർക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചക്രാസ്. അതുകൊണ്ടാണ് ഈ ചൈനക്കാരൊക്കെ ഫൈറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് കൈ കോപ്പി പിടിച്ച് തല കുമ്പിടുക. ഫൈറ്റ് ചെയ്യാൻ എന്തിനാ ഈ ചക്രോ വണ്ടിയൊക്കെ? നമ്മുടെ കൈ പോരെന്ന് ചോദിക്കുമ്പോ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് അടികൂടിയാല് ആമ്പിള്ളേര് നിന്റെ തലയായിട്ട് പോകുമെന്ന് കാക്കാസി നറൂട്ടോട് പറയും. ഓരോ ജിപ്സുവിനും ഓരോ സ്പെഷ്യൽ ടെക്നിക്ക് ചക്രാസ് ആണ്. ചക്രാസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ജിപ്സുവും കറക്റ്റ് ആവുള്ളൂ. ആവശ്യമില്ലാതെ ജിപ്സ് യൂസ് ചെയ്താല് നിങ്ങൾ ടയേർഡും ആകും. അതും ഈ ചക്രാസിന് കറക്റ്റ് ആയിട്ട് തടയാൻ സാധിക്കും. അപ്പോ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാന്ന് പറഞ്ഞ് സാസുകി ചാടി വീണ് വലിഞ്ഞമരുമ്പോ പെങ്കൊച്ചാവട്ടെ പേടിച്ചരണ്ട് അവനെ നോക്കി നിൽക്കും. അതുകൊണ്ട് ആദ്യം തന്നെ എങ്ങനെ കൈ ഉപയോഗിക്കാതെ മരത്തിൽ കയറാന്നാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നറൂട്ടോ, നമ്മളെന്താ കുരങ്ങന്മാരാണോ? യാക്കെന്താ വട്ടുണ്ടോന്ന് ചോദിക്കുമ്പോ കാക്കാസി ഒരു സഹായവും കൂടാതെ കൂളായിട്ട് റോഡിൽ കൂടെ നടക്കും പോലെ മരത്തിൽ കൂടെ നടന്ന് അതിന്റെ മേലെ കയറും. ഈ കാര്യം കാക്കാസി ചെയ്യുന്ന കണ്ടിട്ട് നമ്മുടെ പിള്ളേര് അത്ഭുതത്തോടു കൂടെ നോക്കുമ്പോ ഈ കാര്യങ്ങള് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചക്രാസിന് സഹായം ആവശ്യമാണ്. കാരണം വലിയ വലിയ നിഞ്ചാസിന് പോലും ഇത് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോരാട്ടത്തില് നമ്മൾ ജയിക്കുമെന്ന് കാക്കാസി അവർക്ക് ഉറപ്പ് കൊടുക്കും. ചക്ര യൂസ് ചെയ്യുന്നതല്ല, അത് കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് കാര്യമെന്ന് കൂടെ ഒരു മുന്നറിയിപ്പ് കൊടുക്കും. 3 നിഞ്ച കത്തി വലിച്ചെറിഞ്ഞ് നിങ്ങൾക്ക് എവിടെ വരെ കയറാൻ പറ്റുന്നോ അവിടെ വരെ ഈ കത്തി ഉപയോഗിച്ചുകൊണ്ട് അടയാളം ഇടുക. ബാക്കി കയറാൻ എത്ര സ്ട്രെങ്ത് വേണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് പറയുമ്പോ ഓ സാഡ്, ഇറ്റ്സ് വെരി സിമ്പിൾ എന്ന് പറഞ്ഞ് നറൂട്ടോ കത്തി ചാടിയെടുക്കും. നമ്മുടെ പിള്ളേര് കൈ ചേർത്ത് പിടിച്ച് ചക്രാസ് വരുത്താൻ ശ്രമിക്കുമ്പോ ഒരു വിധത്തില് മണിക്കൂറുകൾ കഴിഞ്ഞ് ചക്രാസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ചക്രാസ് കണ്ട സന്തോഷത്തില് നറൂട്ടോ ഓടിപ്പോയി മരത്തിൽ കയറേണ്ട താമസം 2 സ്റ്റെപ്പ് വെക്കും. പടക്കേന്നും പറഞ്ഞ് താഴേക്ക് വീഴും. സാസുകെ ആവട്ടെ നൈസായിട്ട് മരത്തിന്റെ പകുതി ഭാഗത്തോളം കയറി മാർക്കിട്ട് താഴെ വീഴും. ചക്രാസ് കൊണ്ടുവരുന്നതിലല്ല, അത് കൺട്രോൾ ചെയ്യുന്നതിലാണ് കാര്യം. ഒരൽപ്പം കൂടിപ്പോയാല് മരം തന്നെ നമ്മളെ തള്ളി താഴെയിടും. കുറഞ്ഞു പോയാലോ തെന്നി താഴെ പോവും. പാവം താഴെ വീണുപോയ കുട്ടപ്പൻ നറൂട്ടോയെ സസൂക്ക പൊക്കിയെടുക്കുമ്പോ ഹായ് ഗൈസ് ഇങ്ങോട്ട് നോക്കുന്നു പറഞ്ഞ് ഹലോ എന്നും പറഞ്ഞ് കൈവീശി കാണിക്കാണ് നമ്മുടെ പെങ്കൊച്ച് സൂപ്പറായിട്ട് മരത്തിന്റെ ചില്ലയിലിരിക്കുന്ന കണ്ടിട്ട് കാക്കാസി അവളെ അഭിനന്ദിച്ച് ബാക്കിയുള്ള 2 മല്ലന്മാരെയും നല്ല രീതി വഴക്കു പറയും. യഥാർത്ഥത്തില് സാക്കുറ ഇത്രയും കഷ്ടപ്പെട്ട് മരത്തിൽ കയറിയത് മറ്റൊന്നിനു വേണ്ടിയല്ല, സസൂക്കയുടെ ചെറിയൊരു അറ്റൻഷൻ കിട്ടാനാണ്. കാക്കാഷിയുടെ കളിയാക്കലില് ദേഷ്യം പിടിച്ച നമ്മുടെ 2 ചെക്കന്മാരും
എങ്ങനെയെങ്കിലും ഞങ്ങളിത് ചെയ്യുന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുക്കും. കാക്കാശിക്ക് കൃത്യമായിട്ട് അറിയാം 2 ചെക്കന്മാരുടെ ഉള്ളിലും ഒടുക്കത്തെ പവർ ഉണ്ടെന്ന്. അത് പുറത്തെടുത്താല് അവരെ തടയാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അതൊന്ന് സിമ്പിളായിട്ട് പുറത്തെടുക്കാനാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കളിയാക്കല് നമ്മുടെ കാക്കാശി ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം ദൂരെ നിന്ന് നമ്മുടെ പൊടിക്കുപ്പി പയ്യൻ കണ്ടിട്ട് ഇവരെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു വീണ്ടും അവന്റെ പപ്പയുടെ പടം നോക്കി കരയാൻ തുടങ്ങും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പൊ നമ്മുടെ റെസ്റ്റ് എടുക്കുന്ന വില്ലനെയാണ് കാണിക്കുക. ഹാക്കു കറക്റ്റ് സമയത്ത് വന്നോണ്ട് തന്നെ വില്ലൻ പടമായില്ല. അവനെ കാണാനായിട്ട് കഥയിലെ മെയിൻ വില്ലൻ അടിപൊളി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അവന്റെ തൊട്ടടുത്ത് നിന്ന് അവനെ ചീത്ത പറയാൻ ആരംഭിക്കും. നീ വലിയ വീരശൂര പരാക്രമിയാണെന്നൊക്കെ പറഞ്ഞ അടികൊണ്ട് ചുരുണ്ട് കിടക്കാൻ നിനക്ക് നാണമില്ലേ? നിന്റെ വില്ലേജിലുള്ള എല്ലാവരും ഇതുപോലെ വെറും പാഴ്വിത്തുകളാണോ എന്ന് അവന്റെ അടുത്ത് ചോദിക്കുമ്പോ നമ്മുടെ വില്ലൻ പയ്യന് കലി കയറി അവനവന്റെ പല്ലുകൾ തന്നെ കടിച്ചു പൊട്ടിക്കും. ഇവരെങ്ങാനും ചാടി എഴുന്നേറ്റ് തന്നെ ഉപദ്രവിച്ചാലോ എന്ന് കരുതിയിട്ട് നമ്മുടെ മെയിൻ വില്ലൻ ആവട്ടെ അവന്റെ കൂടെ മറ്റ് 2 സേഫ് ഗാർഡ്സിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ വില്ലന്റെ ചൊറിച്ചൽ കേട്ട് ദേഷ്യം വന്ന ഹക്കു ചാടി എഴുന്നേക്കുമ്പോ പട്ടാളക്കാര് ഹക്കുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കത്തി ഊരി റെഡിയായിട്ട് നിൽക്കും. അതും പോരാഞ്ഞ് വീണ് കിടക്കുന്ന ഹൊക്കാഗയുടെ മേത്ത് കൈവെക്കാൻ പോകുമ്പോ ഹക്കു ആവട്ടെ വില്ലന്റെ കൈ തിരിച്ചൊടിച്ചെടുക്കും. അവന്റെ കാവൽക്കാര് കൈ വെട്ടിയെടുക്കാൻ കത്തി വലിച്ചൂരുമ്പോഴേക്കും അവരെ മടക്കി ലോക്ക് ചെയ്ത് തള്ളി തെറിപ്പിക്കും. ഇത്തവണ നീ തോറ്റു, അടുത്ത തവണ തോറ്റിട്ട് വന്നാല് നിനക്ക് ഞാൻ കുടിക്കാൻ പച്ച വെള്ളം പോലും തരില്ല എന്ന് പറഞ്ഞ് വില്ലൻ കടന്നു പോകുമ്പോ ഹക്കു ആവട്ടെ അവനെ സമാധാനിപ്പിച്ച് എനർജറ്റിക് ആക്കും. കട്ട് ചെയ്താല് ഇവിടെ കാട്ടില് നമ്മുടെ പിള്ളേര് ഒടുക്കത്തെ പ്രാക്ടീസ് ആണ്. നറൂട്ടോ ഓടി മരത്തെ കയറും, തലയും കുത്തി താഴെ വീഴും. അങ്ങനെ വീണ് വീണ് തല ഇപ്പോ നല്ല ഒന്നാം തരം ഒരു മൺചട്ടി പോലെയായി. സാസുക ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ടെക്നിക്ക് കണ്ടെത്താനായിട്ട് ഒരു ഗത്യന്തരം ഇല്ലാതെ പെങ്കൊച്ചിന്റെ അടുത്ത് പോയി ചോദിക്കാണ് പാവം നമ്മുടെ നറൂട്ടോ. ശരിക്കും കാക്കാശെ കഴിഞ്ഞ എനർജിയുള്ള ആളാണ് നറൂട്ടോ. ഒരു നാൾ നീ എന്നെ കഴിഞ്ഞും വലിയൊരാളായി മാറുമെന്ന് കാക്കാശി അവനെ നോക്കി ചിന്തിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കണം. അപ്പൊ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.